ഹായ് എവ്രി വൺ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ മന്തി റെസിപ്പി ആയിട്ടാണ്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ ഇപ്പം ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഒരു ചിക്കനും പിന്നെ ഒരു എക്സ്ട്രാ ലെഗ് പീസുമാണ്. അത് ചിക്കൻ ചെറുതായതുകൊണ്ടാണ് ഒരു എക്സ്ട്രാ പീസ് കൂടി എടുത്തത്. നമുക്ക് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ നമുക്ക് ബട്ടറും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ചിക്കൻ പീസസ് ഒക്കെ ഇതിൽ നല്ലോണം കോട്ട് ചെയ്തിട്ട് വെക്കാം. ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയ ചിക്കന് സ്കിൻ ഉണ്ടായിരുന്നില്ല. സ്കിന്നോട് കൂടിയതാണെങ്കിൽ നല്ലതാണ്. ചിക്കനെ നല്ലോണം മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു കത്തി എടുത്തിട്ട് എല്ലാ പീസസിനും നല്ലോണം ഒന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് ചിക്കൻ നമുക്ക് മിനിമം 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാം. 2-3 മണിക്കൂറായാലും അത്രയും നല്ലതാണ്. മസാല നല്ലോണം ചിക്കന് പിടിക്കും. 3/4 കിലോ മന്തി റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മുടെ മന്തി റൈസ് നമുക്ക് നല്ലോണം വാഷ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ കുതിർത്തി വെക്കാം. എന്നിട്ട് നല്ലോണം ഡ്രെയിൻ ചെയ്തതാണിത്. ഒരു പാൻ എടുത്ത് അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ ഡ്രെയിൻ ചെയ്ത മന്തി റൈസ്, നമ്മുടെ റൈസ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. നമുക്ക് മന്തി റൈസ് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ബാസ്മതി റൈസ് കൊണ്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഉണ്ടാക്കാൻ പറ്റും. മന്തി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ചോറൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടാനാണ് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ റോസ്റ്റ് ചെയ്യണത്. ഇനി നമുക്ക് മന്തീൻ്റെ മസാലയിലേക്കും പച്ചക്കറികളിലേക്കും പോവാം. ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 7 അല്ലി വെളുത്തുള്ളിയാണ് നല്ലോണം ക്രഷ് ചെയ്തത്, ഒരു വലിയ സൈസ് സവാള നീളത്തിലരിഞ്ഞത്, പിന്നെ 7 പച്ചമുളക്, 2 മാഗീൻ്റെ ചിക്കൻ സ്റ്റോക്ക്, 2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1 ടീസ്പൂൺ നല്ല ജീരകവും, 7 ഗ്രാമ്പൂ, 4 ഏലക്കായ, 2 കഷ്ണം കറുവപ്പട്ട, 1 ബേ ലീഫും പിന്നെ ഒരു ഡ്രൈ ലെമനും. ഞങ്ങളൊരു വലിയൊരു പാത്രം എടുത്ത് അതിൻ്റെ മേലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം മാഗി ക്യൂബും ഡ്രൈ ലെമനും ഒഴികെയുള്ള ബാക്കി എല്ലാ മസാലകളും ഇതിലേക്ക് ഇടാം. ഒന്ന് ചെറുതായി വഴറ്റിയതിന് ശേഷം നമുക്ക് സവാള ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയും ചെറുതായി ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി. നല്ലോണം കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ കയ്യിലിപ്പം ആവിച്ചെമ്പ് ഉണ്ടെങ്കിൽ, വലിയൊരു ആവിച്ചെമ്പ്, അതായത് നമ്മുടെ അരിയും ചിക്കനും ഒക്കെ ഫിറ്റാവുന്ന രീതിയിലുള്ള ആവിച്ചെമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ആവിച്ചെമ്പിൽ ഇതുണ്ടാക്കാം. ഇതിലേക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ച ചൊവ്വയൊന്ന് മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് വെള്ളം ചൂടാകാൻ വെക്കാം. ഞങ്ങൾ എടുത്തിട്ടുള്ളത് 3 കപ്പ് റൈസാണ്. അപ്പോൾ അതിന് ഡബിൾ 6 കപ്പ് വെള്ളം എടുക്കുന്നതിന് പകരം 1/2 കപ്പ് കുറച്ച് 5.5 കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ബാക്കി ആവശ്യമായിട്ടുള്ള വെള്ളം ചിക്കന് റൈസിലേക്ക് ഇറങ്ങിക്കോളും. ചൂടാക്കി വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം മിക്സ് ആയതിനു ശേഷം നമുക്ക് ചിക്കൻ ക്യൂബ്സും പിന്നെ ഡ്രൈ ലെമൺ ചെറുതായി ഒന്ന് ഹോൾ ഉണ്ടാക്കിയിട്ട് ഒന്ന് പോക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് അലുമിനിയം ഫോയിൽ നല്ലോണം റാപ്പ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇതൊരു സ്റ്റീമറിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കാനാണ് ഈ ഒരു അലുമിനിയം ഫോയിൽ ഇവിടെ ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ, വലിയ സ്റ്റീമർ ഉണ്ടെങ്കിൽ, അതായത് മേലെ ചിക്കനും താഴെ റൈസും വെക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള സ്റ്റീമർ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റീമറിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ അലുമിനിയം ഫോയിൽ നമുക്ക് നല്ലോണം തുളയുണ്ടാക്കി വെക്കാം. ആവി കയറാൻ വേണ്ടിയിട്ട് നല്ല തുളയുണ്ടാക്കി വെക്കാം. എന്നിട്ട് മാരിനേറ്റ് ചെയ്ത ചിക്കൻ എല്ലാം ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ, പിന്നെ റൈസൊക്കെ നല്ലോണം തിളക്കാൻ തുടങ്ങിയതിന് ശേഷം ലോ ഫ്ലെയിമിലേക്കാക്കി മൂടി വെച്ച് നമുക്കൊരു 15 മിനിറ്റ് കുക്ക് ചെയ്യാം. അതിനിടയിൽ ഒരിക്കൽ ചിക്കനിൽ വെള്ളം ഇറങ്ങുന്നുണ്ടോ എന്നൊന്ന് നോക്കണം. ചിക്കനിൽ വെള്ളം ഇറങ്ങുമ്പോഴാണ് മന്തിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. റൈസ് കുക്കാവുന്ന സമയത്ത് നമുക്ക് ടൊമാറ്റോ സോസ് ഉണ്ടാക്കാം. ഇതിനിവിടെ എടുത്തിട്ടുള്ളത് 2 തക്കാളിയാണ്, 1 ചെറുനാരങ്ങ, 1 പച്ചമുളക്.
ഇതെല്ലാം നല്ലോണം മിക്സിയിൽ അടിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലോണം മിക്സിയിൽ അടിച്ചിട്ടെടുക്കണം. 15 മിനിറ്റിന് ശേഷം നമുക്ക് ചിക്കനൊക്കെ മാറ്റിയിട്ട് അലുമിനിയം ഫോയിലൊക്കെ മാറ്റിയിട്ട് ആ വെള്ളം, ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് റൈസിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മുടെ സ്റ്റീമിൽ കുക്കായ ചിക്കനൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിന് ഞങ്ങൾ എടുത്തിട്ടുള്ളത് ബട്ടർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബട്ടറിനോട് താല്പര്യമില്ലെങ്കിൽ എണ്ണ ഉപയോഗിക്കാം. പക്ഷേ ബട്ടറാണ് കൂടുതൽ ടേസ്റ്റി. എല്ലാ ചിക്കൻ പീസസും നല്ലോണം ഫ്രൈ ചെയ്തിട്ടെടുക്കാം. 2 സൈഡും നല്ലൊരു ക്രിസ്പ് ലുക്ക് വരുന്ന വരെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ചിക്കൻ ഫ്രൈ ആവുന്ന സമയത്ത് നമ്മുടെ ചാർക്കോൾ നമുക്കൊന്ന് കത്തിച്ചിട്ടെടുക്കാം. അപ്പം ചാർക്കോൾ ഇല്ലെങ്കിൽ ഒരു ചിരട്ട കഷ്ണം കത്തിച്ചിട്ട് ഒരു ബൗളിൽ ഇട്ട് കൊടുത്താലും മതി. ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ നമ്മുടെ റൈസിൻ്റെ മേലെ നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാ ചിക്കൻ പീസസും ചോറിൻ്റെ മേലെ റൈസിൻ്റെ മേലെ വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച ബട്ടറിൻ്റെ ബാക്കി കുറച്ച് ഈ ചിക്കൻ്റെയും റൈസിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു അലുമിനിയം ഫോയിൽ തന്നെ ഒരു ബൗൾ പോലെ ആക്കിയെടുത്തു. ഇപ്പം നമ്മുടെ കയ്യിൽ ചെറിയൊരു സ്റ്റീൽ ബൗൾ ഉണ്ടെങ്കിൽ അത് മതി. എന്നിട്ട് അതിലേക്ക് ചാർക്കോൾ വെച്ചിട്ട് അതിന് മേലെ നമുക്ക് എണ്ണ വെച്ചിട്ട് ആ ദമ്മിൽ ഒരു 10 മിനിറ്റ് വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മന്തി ഉണ്ടാക്കാൻ മന്തി റൈസ് നിർബന്ധമില്ല. നമ്മൾ വീട്ടിൽ തന്നെയുള്ള ബാസ്മതി റൈസും ഒക്കെ കൊണ്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങൾ സാധാരണ ബാസ്മതി റൈസ് കൊണ്ട് തന്നെയാണ് അധികം ഉണ്ടാക്കാറ്. അപ്പം നമ്മുടെ ടേസ്റ്റി മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഞങ്ങളുടെ മന്തി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അത് അത്ര ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ. ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.